എല്ലാവർക്കും നമസ്കാരം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? നമ്മുടെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന LDC 2024ന്റെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. രചയിതാക്കളെയും രചനകളെയും ചേരുംപടി ചേർക്കുക. ഓക്കെ, അപ്പൊ പലരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാ പഠിക്കേണ്ടത്, എവിടെന്നാ പഠിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് SCERT ക്ലാസ് 10ത്തെ മലയാളം ടെക്സ്റ്റിൽ നിന്നുള്ളതാണ് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. അപ്പൊ ഇതേപോലെയുള്ള എഴുത്തുകാരുടെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരുടെ ക്ലാസ്സുകൾ നമുക്ക് കോഡ് വെച്ച് ചെയ്യാം. ഞാൻ SCERTയിലുള്ള ഫാക്സുകൾ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. രചയിതാക്കളെയും രചനകളെയും ചേരുംപടി ചേർക്കുക. ഓക്കെ, അപ്പോ ഫസ്റ്റ് ആൻസർ എന്താ വരുന്നത്? രാമപുരത്ത് വാര്യർ. ആൻസർ വരുന്നത് കുചേല വൃത്തമാണ് കേട്ടോ. കുചേല വൃത്തമാണ്. കുഞ്ചൻ നമ്പ്യാറിന്റെ ആണ് ഘോഷയാത്ര അല്ലെ. ഒരു കുഞ്ഞു യാത്ര അല്ലെങ്കിൽ ആഘോഷം എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വയ്ക്കാം. കുഞ്ചൻ നമ്പ്യാറിന്റെ ആണ് ഘോഷയാത്ര. ഇനി സുഭാഷ് ചന്ദ്രന്റെ ഏതാ വരുന്നത്? സുഭാഷ് ചന്ദ്രന്റെ പറുദീസ നഷ്ടമാണ് കേട്ടോ. പറുദീസ നഷ്ടം. കാളിദാസന്റെ ഋതുസംഹാരമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1C, 2D, 3B, 4A. ഇനി SCERTയിൽ കൊടുത്തിട്ടുള്ള പോയിന്റ്സുകൾ നമുക്ക് നോക്കാം. കണ്ടോ, ഇതേപോലെ സുഭാഷ് ചന്ദ്രൻ അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം പ്രധാന കൃതികൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കണ്ടോ, പറുദീസ നഷ്ടം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്കി കൃതികളുണ്ട്. പിന്നെ നോക്കിയേ, ഇതൊക്കെ നമ്മുടെ SCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. കാളിദാസൻ, കണ്ടോ, കാളിദാസനെയും ബേസ് ചെയ്തിട്ടുള്ള ഇവിടെ നോക്കുകയാണെങ്കിൽ ഋതുസംഹാരം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇനി ഇതേപോലെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഴുത്തുകാരെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. AP ഉദയഭാനോ, പിന്നെ നോക്കുകയാണെങ്കിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഇതേപോലെ തീർന്നിട്ടില്ല കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ 4 പേരെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയ കണക്ഷൻസ് ഒക്കെ കൊടുത്ത് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇതേപോലെയുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് കറണ്ട് അഫയേഴ്സ് ഇംഗ്ലീഷാണ് നമ്മൾ കൂടുതൽ ചെയ്യാറ്. കൂടെ സയൻസും മാത്സും IT ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം. നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 4 പേരുടെ ആയിരിക്കും പഠിക്കുന്നത്. അതിലെ ഫസ്റ്റ് സുഭാഷ് ചന്ദ്രൻ. നമുക്ക് വായിച്ചു നോക്കാം. പുതിയ തലമുറയിലെ പ്രമുഖ കഥാകൃത്ത്. 1972 ആലുവയ്ക്കടുത്ത് കടുങ്ങല്ലൂരിൽ ജനിച്ചു. പത്രപ്രവർത്തകനായി ജോലി ചെയ്യുന്നു. ആദ്യ കഥാസമാഹാരവും ആദ്യ നോവലും കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ് എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി പ്രധാന കൃതികൾ നമുക്ക് നോക്കാം അല്ലെ. പ്രധാന കൃതികൾ നോക്കാം. അപ്പോൾ ഈ കൃതികൾ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, പറുദീസ നഷ്ടം, തൽപ്പം, വിഹിതം, ഇതൊക്കെ കഥാസമാഹാരങ്ങളാണ്. ഇനി മനുഷ്യനൊരു ആമുഖം എന്ന് പറയുന്നത് നോവലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. സുഭാഷ് ചന്ദ്രൻ, അപ്പൊ ചന്ദ്രനുമായിട്ട് നമുക്ക് ഒരു കണക്ഷൻ കൊടുക്കാം. ഇപ്പൊ മൂണുള്ള സമയത്ത് അല്ലെങ്കിൽ രാത്രി സമയത്ത് ചന്ദ്രനുള്ള സമയത്ത് നമുക്ക് സമയവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലെ. നമ്മൾ സമയം നോക്കും, രാത്രിയായോ എന്നൊക്കെ നോക്കുന്ന വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം കേട്ടോ. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. ഇനി ആ ഒരു സമയം അല്പം വൈകി കഴിഞ്ഞാൽ, അല്പം എന്ന് ഉദ്ദേശിക്കുന്നത് തൽപ്പമാണ്. ഇത് നമ്മൾ വെറുതെ എക്സാമിന് നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി പറയുന്ന കണക്ഷൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ സമയം അല്പം വൈകി കഴിഞ്ഞാൽ, അല്പം എന്ന് പറയുമ്പോൾ തൽപ്പം ആലോചിക്കാം. എന്തു പറ്റും? പറുദീസ നഷ്ടമാവും അല്ലെ. പറുദീസ നഷ്ടമാവും എന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇത്രയൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. സുഭാഷ് ചന്ദ്രൻ, ചന്ദ്രൻ എന്ന് പറയുമ്പോൾ സമയവുമായിട്ട് കണക്ട് ചെയ്യാം. എന്ത് സമയം? ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം അല്ലെ. സമയം അല്പം വൈകി കഴിഞ്ഞാലോ, അല്പം എന്ന് പറയുമ്പോൾ തൽപ്പം ആലോചിക്കാം. എന്തു പറ്റും? പറുദീസ നഷ്ടമായി പോവും അല്ലെ. അപ്പൊ പറുദീസ നഷ്ടം. ഇനി വിഹിതം, അതിന്റെ കൂടെ തന്നെ പഠിക്കണ വിഹിതം. ഓക്കെ, വിഹിതം. ഇനി മനുഷ്യനൊരു ആമുഖം, ഇതും കൂടിയുണ്ട്. മനുഷ്യനൊരു ആമുഖം. ഇനി പറുദീസയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ മനുഷ്യനൊരു ആമുഖം എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് ഓർത്തു വെക്കാം. ഒന്ന് പറഞ്ഞു തന്നെ പഠിക്കുക. അപ്പൊ ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, പറുദീസ നഷ്ടം, തൽപ്പം, വിഹിതം, മനുഷ്യന് ഒരു ആമുഖം. ഇതെല്ലാമാണ് സുഭാഷ് ചന്ദ്രന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്ത് നോക്കാം അല്ലെ. ഇനി അടുത്ത് കാളിദാസനാണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് അല്ലെ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കാളിദാസന്റെ വരുന്നത് ഏതാ? ഋതുസംഹാരം. അപ്പൊ നമുക്ക് കാളിദാസനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ നോക്കാം. ഓക്കെ, അപ്പൊ അതില് ആദ്യം കൊടുത്തിട്ടുള്ളത് വിശ്വവിശ്രുതനായിട്ടുള്ള സംസ്കൃത മഹാകവി, വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായി അറിയപ്പെടുന്നു. അനേകം ഐതിഹ്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പ്രചാരത്തിലുണ്ട്. മാളവം എന്ന ദേശത്ത് ജീവിച്ചിരിക്കുന്നതായിട്ട് കരുതുന്നു. അഭിജ്ഞാന ശാകുന്തളം, മാളവിക അഗ്നിമിത്രം, വിക്രമോർവശീയം, കുമാരസംഭവം, രഘുവംശം,
മേഘ സന്ദേശം എന്നിവയാണ് മുഖ്യ കൃതികളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ മുഖ്യ കൃതികളായിട്ട് പറയുന്നത്? അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം, പിന്നെ ഏതൊക്കെയാണ്? കുമാരസംഭവം, രഘുവംശം, ഓക്കെ, മേഘ സന്ദേശം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മുഖ്യ കൃതികളായിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം, കുമാരസംഭവം, രഘുവംശം, പിന്നെ ഋതുസംഹാരം, മേഘ സന്ദേശം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മുഖ്യ കൃതികളായിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത സുഭാഷ് ചന്ദ്രന്റെ ആണെങ്കിലും കാളിദാസിന്റെ ആണെങ്കിലും ഓൾറെഡി എക്സാമിന് ചോദിച്ചതാണ്. ഇനി അതേപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഴുത്തുകാരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം SCERT വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ AP ഉദയഭാനു, അദ്ദേഹത്തെ കുറിച്ച് നോക്കാം. ആലപ്പുഴ ജില്ലയിലെ മുട്ടത്ത് ജനനം, മികച്ച ഗദ്യകാരൻ, സ്വാതന്ത്ര്യ സമര സേനാനി, പത്രപ്രവർത്തകൻ, നർമ്മസ്പർശമുള്ള നിരവധി ലളിതോപന്യാസങ്ങളുടെ കർത്താവ് എന്നീ നിലകളിൽ പ്രശസ്തൻ. പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ അടഞ്ഞ വാതിൽ, അല്ലെ, അടഞ്ഞ വാതിൽ, എന്റെ കഥയില്ലായ്മകൾ, വൃദ്ധവിചാരം. ജസ്റ്റ് ഓർത്ത് നോക്കിയേ, വാതിൽ അടഞ്ഞിരിക്കുകയാണ് അല്ലെ, അടഞ്ഞ വാതിൽ. അപ്പൊ എന്ത് പറ്റി? വാതിലൊക്കെ അടഞ്ഞു എന്ന് പറയുമ്പോ നമ്മള് എന്റെ കഥയില്ലായ്മകൾ, അല്ലെ, എനിക്ക് ഇനി പ്രത്യേകിച്ച് കഥയൊന്നുമില്ല, വാതിലൊക്കെ അടഞ്ഞു എന്നുള്ള രീതിയിൽ ഓർക്കാം. എന്റെ കഥയില്ലായ്മകൾ. അപ്പൊ വാതിലടഞ്ഞു, എനിക്ക് കഥയൊന്നുമില്ല, കുറച്ചൊരു വയസ്സായിട്ടുള്ള ഒരു വിചാരം വന്നു എന്ന് ഓർക്കാം. വൃദ്ധവിചാരം, വൃദ്ധവിചാരം. ഓക്കെ, വൃദ്ധവിചാരം, ഓർമ്മയുടെ കണ്ണാടി. പിന്നെ ഓർമ്മയുടെ കണ്ണാടി വന്നു. അപ്പൊ വൃദ്ധവിചാരം വന്നു കഴിഞ്ഞപ്പോ പിന്നെ നമ്മളിങ്ങനെ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, പണ്ടത്തെ കാര്യങ്ങളിലോട്ടൊക്കെ പോവാണ്. ഓർമ്മയുടെ കണ്ണാടി, കൊച്ചു ചക്കരച്ചി, അല്ലെ, അപ്പൊ കൊച്ചുകുട്ടിയായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ആ ഒരു ഓർമ്മയിലോട്ടൊക്കെ കേറാന്ന് വിചാരിക്കാം. ഓർമ്മയുടെ കണ്ണാടി, കൊച്ചു ചക്കരച്ചി. പണ്ടത്തെ കാര്യങ്ങളിലോട്ട് പോവാണ്. ആനയും അല്പം തെലുങ്കും, ഒന്നാനാം കൊച്ചുതുമ്പി, അതേപോലെ തന്നെ അർത്ഥവും അനർത്ഥവും. അപ്പൊ വാതിൽ അടച്ചിട്ട് കഴിയുമ്പോൾ അതിനൊരു അർത്ഥവും അനർത്ഥവും ഒക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. അടഞ്ഞ വാതിലല്ല, അപ്പൊ അർത്ഥവും അനർത്ഥവും. പിന്നെ വരുന്നത് സംസാരിക്കുന്ന ദൈവം. ഓക്കെ, സംസാരിക്കുന്ന ദൈവം, കളിയും കാര്യവും. അപ്പൊ അടഞ്ഞ വാതിൽ എന്ന് പറയുന്നത് അർത്ഥവും അനർത്ഥവും അതിനകത്ത് ഉണ്ടെന്ന് ഓർക്കാം. അതേപോലെ തന്നെ അതിനകത്ത് കളിയും കാര്യം ഉണ്ടെന്ന് ഓർക്കാം, അല്ലെ, വാതിൽ അടഞ്ഞിരിക്കുമ്പോൾ അതിനകത്ത് കളിയും കാര്യം ഉണ്ടെന്ന് ഓർക്കാം. ഓക്കെ, ഇനി നമുക്ക് ഉദയഭാനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. ഈ സൂര്യ ഉദയം കാണാൻ പറ്റുന്നില്ല, കാരണം വാതിൽ അടഞ്ഞിരിക്കുകയാണെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ AP ഉദയഭാനു ഏതൊക്കെയാണ് പ്രധാന കൃതികൾ വരുന്നത്? അടഞ്ഞ വാതിൽ. അടഞ്ഞ വാതിൽ ഓർത്തു കഴിയുമ്പോൾ എന്റെ കഥയില്ലായ്മകൾ, എന്റെ കഥയെല്ലാം തീർന്നു, വാതിൽ അടഞ്ഞു എന്ന് ഓർത്തു വെക്കാം. പിന്നെ വൃദ്ധവിചാരം, പിന്നെ ഓർമ്മയുടെ കണ്ണാടി, പിന്നെന്താ ഫ്ലാഷ് ബാക്ക് ആണ് അല്ലെ, കൊച്ചു ചക്കരച്ചി, ആനയും അല്പം തെലുങ്കും, പിന്നെന്താ ഒന്നാനാം കൊച്ചുതുമ്പി, ആനയുടെ കാര്യവും കൊച്ചു തുമ്പിയുടെ കാര്യമൊക്കെ ഓർക്കുക. പിന്നെ അർത്ഥവും അനർത്ഥവും, വാതിൽ അടഞ്ഞിരിക്കുകയാണ്, അപ്പൊ അതിനകത്തൊരു അർത്ഥമുണ്ട് അനർത്ഥമുണ്ട്, കളിയും കാര്യവും ഉണ്ടെന്ന് ഓർത്തു വയ്ക്കാം. സംസാരിക്കുന്ന ദൈവം. ഓക്കെ, അപ്പൊ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ കണക്ഷൻസ് പറഞ്ഞൊന്നും മാത്രം, അത്ര നല്ലതൊന്നും ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പഠിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് വൈലോപ്പിള്ളി ശ്രീധര മേനോനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എറണാകുളത്തെ കലൂരിൽ ജനിച്ചു. കാച്ചിക്കുറുക്കിയ കവിത എന്ന് അദ്ദേഹത്തിന്റെ രചനകൾ വിശേഷിപ്പിക്കപ്പെടുന്നു. അധ്യാപകനായിരുന്നു. സമസ്ത കേരള സാഹിത്യ പരിഷത്ത്, കേരള സാഹിത്യ അക്കാദമി, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്നിവയുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ്, ഓടക്കുഴൽ അവാർഡ് എന്നിവ ലഭിച്ചു. ഇനി നോക്കിയ പ്രധാന കൃതികൾ ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികൾ അറിഞ്ഞു വെച്ചേക്കണം. ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്? കന്നിക്കൊയ്ത്ത്, കന്നിക്കൊയ്ത്ത്, ശ്രീരേഖ, കുടിയൊഴിക്കൽ, ഓണപ്പാട്ടുകാർ, കുന്നിമണികൾ, വിത്തും കൈകോട്ടും. വിത്തും കൈകോട്ടൊക്കെ വളരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. പിന്നെ ഏതാ? കടൽ കാക്കകൾ, കയ്പവല്ലരി, വിട, മകരക്കൊയ്ത്ത്, മിന്നാമിന്നി, പച്ചക്കുതിര, കുട്ടിക്കവിതകൾ, മുകുളമാല, കുരുവികൾ, അതേപോലെ തന്നെ മൃതസഞ്ജീവിനി, ഋഷ്യശൃംഗനും അലക്സാണ്ടറും, കാവ്യലോക സ്മരണകൾ. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികൾ. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. വൈലോപ്പിള്ളി ശ്രീധര മേനോൻ അല്ലെ. അപ്പൊ വയലായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. വയലില് പാടത്ത് എന്തൊക്കെയുണ്ട്? കന്നിക്കൊയ്ത്ത് ഉണ്ടെന്ന് ഓർത്തു വെക്കാം അല്ലെ. കന്നിക്കൊയ്ത്ത് ഉണ്ട്. അതേപോലെ തന്നെ കൊയ്ത്ത്, കുടിയൊഴിക്കൽ, ഇതൊക്കെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാലോ. കുടിയൊഴിക്കൽ, പിന്നെ എന്തൊക്കെയാ പറഞ്ഞത്? വിത്തും കൈകോട്ടും. ഇതൊക്കെ നമുക്ക് വയലുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന കേസുകളാണ് അല്ലെ. വിത്തും കൈകോട്ടും. പിന്നെ കയ്പവല്ലരി, അവിടെ ഈ പറഞ്ഞ പോലെ വയലില് കയ്പവല്ലരി ഉണ്ടെന്ന് ഓർത്തു വയ്ക്കാം. മകരക്കൊയ്ത്ത് ഓർക്കാം. അതേപോലെ തന്നെ അവിടെ മിന്നാമിന്നി വന്നു, പച്ചക്കുതിര വന്നു എന്നൊക്കെ ഓർത്തു വയ്ക്കാം. ഓക്കെ, പിന്നെ ഏതൊക്കെയാണ്? കുരുവികൾ വന്നു എന്ന് ഓർത്തു വയ്ക്കാം.
അല്ലെ? ഇതൊക്കെ ഒരുമിച്ചൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. കന്നിക്കൊയ്ത്ത്, കുടിയൊഴിക്കൽ, വിത്തും കൈക്കോട്ടും, കടൽ കാക്കകൾ, കയ്പവല്ലരി, പിന്നെ മകരക്കൊയ്ത്ത്, മിന്നാമിന്നി, പച്ചക്കുതിര, കുരുവികളൊക്കെ ഓർത്തു വെക്കാം. പിന്നെ ശ്രീധര മേനോനാണ്, അതുകൊണ്ട് തന്നെ ശ്രീരേഖയുണ്ട് അല്ലെ? ശ്രീരേഖയുണ്ട്. അപ്പൊ ഈ കന്നിയും അതേപോലെ തന്നെ വയലും ഓണവും ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ. ഓണപ്പാട്ടുകാർ, അതേപോലെ തന്നെ കുന്നിമണികൾ, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പറ്റുന്ന രീതിയിലൊക്കെ ചെറിയ കണക്ഷൻസ് ഒക്കെ കൊടുത്ത് പഠിക്കുക. കുട്ടിക്കവിതകൾ, മുകുളമാല, ഓക്കെ, മൃഗസഞ്ജീവിനി, ഋഷ്യശൃംഗനും അലക്സാണ്ടറും, കാവ്യലോക സ്മരണകൾ, ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ വയലോപ്പിള്ളി ശ്രീധരമേനോൻ. ഓക്കെ, അപ്പൊ വയലോപ്പിള്ളി ശ്രീധരമേനോനും നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് തകഴി ശിവശങ്കര പിള്ളയെ കുറിച്ചാണ്. അദ്ദേഹത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കോഡ്സ് വെച്ച് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. തകഴി ശിവശങ്കര പിള്ള ജ്ഞാനപീഠ പുരസ്കാരം നേടിയ നോവലിസ്റ്റ്. ആലപ്പുഴ ജില്ലയിലെ തകഴിയിൽ ജനിച്ചു. വക്കീലായിരുന്നു. കുട്ടനാടിന്റെ കഥാകാരൻ. അതേപോലെ തന്നെ സമൂഹത്തിലെ വിവിധ തലങ്ങളിലെ മനുഷ്യരുടെ ജീവിതം പ്രമേയമാക്കി നോവലുകൾ എഴുതി. തിരുവനന്തപുരത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവിതം, ഏണിപ്പടികളിലും കുട്ടനാട്ടിലെ കർഷകരുടെ ജീവിതം, കയർ, രണ്ടിടങ്ങഴി എന്നീ നോവലുകളിലും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ചെമ്മീനിലും ആലപ്പുഴ പട്ടണത്തിലെ തോട്ടികളുടെ ജീവിതം തോട്ടിയുടെ മകൻ എന്ന നോവലിലും അദ്ദേഹം ആവിഷ്കരിച്ചു. തോറ്റില്ല നാടകം, എന്റെ വക്കീൽ ജീവിതം, ഓർമ്മക്കുറിപ്പുകൾ, ഘോഷയാത്ര, അടിയൊഴുക്കുകൾ, തെരഞ്ഞെടുത്ത കഥകൾ തുടങ്ങിയവയാണ് മറ്റു പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളോട് എക്സാമിന് ചോദിക്കുന്നത് ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികൾ കൊടുത്തിട്ട് ഇതൊക്കെ ആരുടെയാണ്, ഇപ്പൊ തകഴി ശിവശങ്കരപ്പിള്ള, UK കുമാരൻ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ കൊടുക്കും. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു കണക്ഷൻ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ കോഡും ഒന്നും വേണ്ടാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ഇത് പഠിച്ചു പോവാ. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള കൃതികളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം കേട്ടോ. ഒരു പുഴയുണ്ടെന്ന് വിചാരിക്കും. ഈ പുഴയിൽ ഇങ്ങനെ തഴുകി നോക്കിയപ്പോ കേട്ടോ, പുഴയിൽ തഴുകി നോക്കിയപ്പോ അതിന്റെ അടിയൊഴുക്കുകളില് ചെമ്മീന്റെ ഘോഷയാത്രയാണ്. ചെമ്മീന്റെ ഘോഷയാത്ര. അപ്പൊ ഒരു പുഴയുണ്ട്, ആ പുഴ തഴുകി നോക്കിയപ്പോ എന്ത് പറ്റി അതില്? അതിന്റെ അടിയൊഴുക്കുകളില് ചെമ്മീന്റെ ഘോഷയാത്ര. ഓക്കെ, അപ്പൊ ഈ ചെമ്മീനെ എങ്ങനെയെങ്കിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറെ ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷെ കിട്ടിയില്ല കേട്ടോ. അപ്പൊ തോറ്റില്ല. അടുത്ത പരിപാടി പ്ലാൻ ചെയ്തു. എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏണിപ്പടി യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, ഏണിപ്പടി യൂസ് ചെയ്തിട്ട് അതിൽ കയറൊക്കെ കെട്ടി, ഒരു തോട്ടി വെച്ചിട്ട് അതിൽ കയറൊക്കെ കെട്ടി ഒരു പാത്രം അല്ലെങ്കിൽ ഒരു കൊട്ടയൊക്കെ വെച്ചിട്ട് ഈ ചെമ്മീനെ പിടിച്ചു എന്ന് വിചാരിക്കുക കേട്ടോ. അപ്പൊ രണ്ടിടങ്ങഴി ചെമ്മീൻ കിട്ടി. എത്ര കിട്ടി? രണ്ടിടങ്ങഴി ചെമ്മീൻ കിട്ടി. ഓക്കെ, അപ്പൊ ഇത്രയൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിന്റെ കൂടെ തന്നെ എന്റെ വക്കീൽ ജീവിതം എന്നും കൂടെ പഠിച്ചു വെച്ചേക്കുക. തകഴി ശിവശങ്കരപ്പിള്ള വക്കീലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്റെ വക്കീൽ ജീവിതം എന്നുള്ളതും കൂടെ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്നും കൂടെ പറയാം. തകഴി ശിവശങ്കരപ്പിള്ളയായിട്ട് കണക്ട് ചെയ്യാനാണ് നമ്മൾ വെള്ളത്തിൽ തഴുകി നോക്കി എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ വെള്ളത്തിൽ തഴുകി നോക്കി കഴിഞ്ഞപ്പോ എന്ത് പറ്റി? അതിന്റെ അടിയൊഴുക്കുകളിൽ ചെമ്മീന്റെ ഘോഷയാത്രയാണ് അല്ലെ. ചെമ്മീനെ പിടിക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അതുകൊണ്ടൊന്നും തോറ്റില്ല. എന്ത് ചെയ്തു? അടുത്ത പരിപാടി പ്ലാൻ ചെയ്തു അല്ലെ. ഏണിപ്പടിയൊക്കെ യൂസ് ചെയ്ത് അതിൽ കയറൊക്കെ കെട്ടി, തോട്ടിയിൽ കയറൊക്കെ കെട്ടി ഒരു കൊട്ടയൊക്കെ വെച്ച് ചെമ്മീനെ കിട്ടി കേട്ടോ. എത്ര കിട്ടി? രണ്ടിടങ്ങഴി ചെമ്മീൻ കിട്ടി. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും കമന്റുകൾ പറയാട്ടോ. നിങ്ങളുടെ കമന്റ് അനുസരിച്ചിട്ടാണ് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും കമന്റ് ചെയ്യണേ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് UK കുമാരനാണ്. ഇത് SCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള അതേപോലെ തന്നെ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. 1950 കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിൽ ജനിച്ചു. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, പത്രപ്രവർത്തകൻ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ബഷീർ അവാർഡ്, SK പൊറ്റക്കാട് അവാർഡ്, അപ്പൻ തമ്പുരാൻ പുരസ്കാരം എന്നിവ ലഭിച്ചു. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? പുതിയ ഇരിപ്പിടങ്ങൾ, മടുത്ത കളി, അടയാളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, അച്ഛൻ ഉറങ്ങുന്നില്ല, ഒറ്റയ്ക്കൊരു സ്ത്രീ ഓടുന്നതിന്റെ രഹസ്യമെന്ത്, വീട് സംസാരിക്കുന്നു, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത്, മതബ്രഹ്മങ്ങളുടെ കാലം, കുടുംബ മ്യൂസിയം, തക്ഷൻ കുന്ന് സ്വരൂപം, ഒറ്റ വാക്കിൽ ഒരു ജീവിതം, കാണുന്നതല്ല കാഴ്ചകൾ. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. നമുക്കൊന്നും കൂടെ നോക്കാം. പുതിയ ഇരിപ്പിടങ്ങൾ, മടുത്ത കളി, അടയാളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, അച്ഛൻ ഉറങ്ങുന്നില്ല, ഒറ്റയ്ക്കൊരു സ്ത്രീ ഓടുന്നതിന്റെ രഹസ്യമെന്ത്, വീട് സംസാരിക്കുന്നു, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത്, മതിഭ്രമങ്ങളുടെ കാലം, കുടുംബ മ്യൂസിയം, തക്ഷൻ കുന്ന് സ്വരൂപം, ഒറ്റ വാക്കിൽ ഒരു ജീവിതം, കാണുന്നതല്ല കാഴ്ചകൾ. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം കേട്ടോ.
ഇവിടെ UK എന്ന് വന്നിട്ടുള്ള ഒരു അച്ഛന്റെ കഥയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ UK എന്ന് വന്നിട്ടുള്ള അച്ഛൻ ഉറങ്ങുന്നില്ല. കാരണം ഈ അച്ഛൻ ഇങ്ങനെ പുതിയ സീറ്റിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അടയാളങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കളി കളിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോ പുതിയ ഇരിപ്പിടങ്ങൾ, ഓക്കെ, മടുത്ത കളി. അപ്പൊ അച്ഛൻ എന്താ ചെയ്യുന്നേ? പുതിയ ഇരിപ്പിടങ്ങളിൽ ഇരുന്നിട്ട് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കളി മടുത്തു കേട്ടോ, മടുത്ത കളി. അപ്പൊ എങ്ങനത്തെ കളിയാണ്? അടയാളങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പറയില്ല ഇങ്ങനെ എക്സ് ആൻഡ് സീറോ എന്നൊക്കെ വെച്ചിട്ട് അല്ലെ? അപ്പൊ അടയാളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അച്ഛൻ ഉറങ്ങുന്നില്ല. ഇനി അച്ഛൻ ഉറങ്ങുന്നില്ല, ഇങ്ങനെ കളിയൊക്കെ മടുത്ത് ഇങ്ങനെ പുതിയ ഇരിപ്പിടങ്ങളിലൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ നോക്കിയപ്പോഴാണ് ഒറ്റയ്ക്കൊരു സ്ത്രീ ഓടുന്നതിന്റെ രഹസ്യം എന്ത്? ഓക്കെ, അച്ഛൻ ഇങ്ങനെ തോന്നലാണ് ഒറ്റയ്ക്കൊരു സ്ത്രീ ഓടുന്നതിന്റെ രഹസ്യം എന്ത്? പിന്നീട് ആലോചിച്ചപ്പോൾ മനസ്സിലായി വീട് സംസാരിക്കുന്നു. വീട് സംസാരിക്കുന്നതുകൊണ്ടാണ് ഒറ്റയ്ക്കൊരു സ്ത്രീ ഓടിയത് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അതേപോലെ തന്നെ മതിഭ്രമങ്ങളുടെ കാലം, അതായത് ഹാലുസിനേഷൻ ആണെന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായി കേട്ടോ. മതിഭ്രമങ്ങളുടെ കാലം, കാണുന്നതല്ല കാഴ്ചകൾ എന്നും മനസ്സിലായി. അപ്പൊ ഒന്നും കൂടെ നമുക്ക് നോക്കാം. UK നിന്ന് വന്നിട്ടുള്ള അച്ഛനെ കുറിച്ചാണ് പറയുന്നത്. പുതിയ ഇരിപ്പിടങ്ങളിൽ ഇരുന്നിട്ട് കളി കളിച്ചു. അപ്പൊ മടുത്ത കളി, അടയാളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, അച്ഛൻ ഉറങ്ങുന്നില്ല. ഒറ്റയ്ക്കൊരു സ്ത്രീ ഓടുന്നതിന്റെ രഹസ്യം എന്ത്? വീട് സംസാരിക്കുന്നു, അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഓടിയത് അല്ലെ? ഇനി മതിഭ്രമങ്ങളുടെ കാലം, അതേപോലെ കാണുന്നതല്ല കാഴ്ചകൾ. ഹാലുസിനേഷൻസ് ആണ്, കാണുന്നതല്ല കാഴ്ചകൾ എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കാം. മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത്, അതിന്റെ കൂടെ തന്നെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. അതേപോലെ തന്നെ ഹാലുസിനേഷൻസ് ആണല്ലോ. അപ്പൊ കുടുംബം ഒരു മ്യൂസിയം ആയിട്ടൊക്കെ ഉള്ളിക്ക് തോന്നുന്നുണ്ട്. പിന്നെ തക്ഷൻ കുന്ന് സ്വരൂപം അല്ലെ? ഓരോന്നിന്റെയൊക്കെ സ്വരൂപം വേറെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ തക്ഷൻ കുന്ന് സ്വരൂപം, ഒറ്റ വാക്കിൽ ഒരു ജീവിതം, അതും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം. UK കുമാരൻ, പുതിയ ഇരിപ്പിടങ്ങൾ, മടുത്ത കളി, അടയാളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, അച്ഛൻ ഉറങ്ങുന്നില്ല, ഒറ്റയ്ക്കൊരു സ്ത്രീ ഓടുന്നതിന്റെ രഹസ്യം എന്ത്? വീട് സംസാരിക്കുന്നു, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത്, മതിഭ്രമങ്ങളുടെ കാലം, കുടുംബ മ്യൂസിയം, തക്ഷൻ കുന്ന് സ്വരൂപം, ഒറ്റ വാക്കിൽ ഒരു ജീവിതം, കാണുന്നതല്ല കാഴ്ചകൾ. ഓക്കെ, നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഒക്കെ ഒന്ന് വായിച്ച് സെറ്റ് ആക്കണം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. റഫീഖ് അഹമ്മദ്. ഓക്കെ, പുതുതലമുറയിലെ ശ്രദ്ധേയനായിട്ടുള്ള കവി. 1961 തൃശൂർ ജില്ലയിലെ അക്കിക്കാവിൽ ജനിച്ചു. പാരമ്പര്യവും പുതുമയും കൂടിച്ചേർത്തതാണ് രചനാ രീതി. പാറയിൽ പണിഞ്ഞത്, സ്വപ്നവാഗ്മൂലം, ആൾമറ, ചീട്ടുകളിക്കാർ, ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ, ശിവകാമി, തോരാമഴ എന്നിവയാണ് കവിതാ സമാഹാരങ്ങൾ. ചലച്ചിത്ര ഗാന രചയിതാവ് എന്ന നിലയിലും പ്രശസ്തനാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡും ചലച്ചിത്ര ഗാനരചനയ്ക്കുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കൃതികളൊക്കെ ഒന്നും കൂടെ ജസ്റ്റ് നോക്കാം. പാറയിൽ പണിഞ്ഞത്, സ്വപ്നവാഗ്മൂലം, ആൾമറ, ചീട്ടുകളിക്കാർ, ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ, ശിവകാമി, തോരാമഴ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഓർത്തു വെക്കാം. ഒരു ഗ്രാമത്തിൽ ഒരു വൃക്ഷം, ഒരു ആൽവൃക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ഗ്രാമത്തിലെ വൃക്ഷം. അപ്പൊ അതിന്റെ അടിയിൽ ഇരുന്നിട്ട് കുറെ പേര് ചീട്ട് കളിക്കുകയാണ്. അപ്പൊ ചീട്ട് കളിക്കാർ. ഓക്കെ, ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ, നമ്മൾ എങ്ങനെ കണക്ട് ചെയ്ത? ഗ്രാമവൃക്ഷത്തിന്റെ അടിയിൽ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ചീട്ട് കളിക്കുന്ന ഒരു പാറയിൽ വെച്ചിട്ടാണ് അല്ലെ? നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ആൽമരത്തിന്റെ അടിയിൽ ഇങ്ങനെ പാറ വെച്ചിട്ട് കെട്ടിയിട്ടുള്ളതാണെന്ന് ഓർക്കാം. അപ്പൊ പാറയിൽ പണിഞ്ഞത് കേട്ടോ. ഓക്കെ, അങ്ങനെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തോരാമഴ, ഭയങ്കരമായിട്ട് മഴ പെയ്തു. തോരാമഴ. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്തു? ആൾക്കാർ തലയിൽ കൂടെ ഒക്കെ ചിലപ്പോൾ തുണിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ആൾമറ എന്നുള്ള രീതിയിൽ ഓർക്കാം, ആൾമറ. അതേപോലെ തന്നെ ഈ ഗ്രാമവൃക്ഷത്തിന്റെ അടിയിലിരുന്ന് കുറച്ചുപേര് സ്വപ്നം കാണുന്നുണ്ടെന്നുള്ള രീതിയിൽ ഓർക്കാം, സ്വപ്നവാങ്മൂലം. അതിന്റെ കൂടെ തന്നെ ശിവകാമി ഉണ്ടെന്നും കൂടെ ഓർത്തു വെക്കുക കേട്ടോ. ഇതെല്ലാം റഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? നല്ല മഴയത്തിരുന്ന് ഇങ്ങനെ വൃക്ഷത്തിന്റെ അടിയിലിരുന്ന് ചീട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റഫ്, നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ റഫ് ആണെന്ന് ജസ്റ്റ് ഓർത്തു വെക്കാം. അല്ലെങ്കിൽ പാറ കുറച്ച് റഫ് ആണെന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ പുതുതലമുറയിലെ ശ്രദ്ധേയനായിട്ടുള്ള കവി. ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികൾ? പാറയിൽ പണിഞ്ഞത്, സ്വപ്നവാങ്മൂലം, ആൾമറ, ചീട്ടുകളിക്കാർ, ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ, ശിവകാമി, തോരാമഴ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിന്റെ പേരെന്താണ്? എന്താണ് കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിന്റെ പേര്? ആൻസർ കേളികൊട്ട് അല്ലെ? കേളികൊട്ടാണ്. അപ്പൊ കഥകളി, കായും ളായൊക്കെ ഉണ്ട് അല്ലെ? കേളി, കഥകളി, കേളികൊട്ട്. ഓക്കെ, പഠിച്ചു വെക്കുക. അടുത്തത് P. കേശവദേവ് രചിച്ചിട്ടുള്ള ഉലക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ്? ഓക്കെ, P. കേശവദേവന്റെ ആണ് ഉലക്ക എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ കേട്ടോ. അത് ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ്? പറയാവോ? ആൻസർ പുന്നപ്ര വയലാർ സമരമാണ് കേട്ടോ. പുന്നപ്ര വയലാർ സമരം. ജസ്റ്റ് ഓർത്തു വെക്കാം. വയലിൽ നിന്ന് കിട്ടുന്ന നെല്ലൊക്കെ ഉലക്ക വെച്ച് ഇടിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം അല്ലെ? അപ്പൊ പുന്നപ്ര വയലാർ സമരം P. കേശവദേവന്റെ ആണ് ഉലക്ക എന്ന നോവൽ എന്നും കൂടെ അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള ജോഡികൾ ഏവ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ
ഗബർ ആരെഴുതിയിട്ടുള്ളത്? ഗബർ KR മീരയുടെ ആണ് അല്ലെ. ജസ്റ്റ് പഠിച്ചു വെച്ചേക്കുക. നമ്മള് കെയർ ചെയ്തില്ലെങ്കിൽ, KR എന്ന് പറയുമ്പോൾ നമുക്ക് കെയർ, ഇംഗ്ലീഷിലെ കെയർ എന്ന് എടുക്കാം. കെയർ ചെയ്തില്ലെങ്കിൽ ഗബർ അടക്കം ചെയ്യേണ്ടി വരും എന്നൊക്കെ വെറുതെ ഓർത്തു വെക്കുക കേട്ടോ. പിന്നെ പാവക്കുട്ടി ഗ്രേസിയുടെ ആണ്, അത് കറക്റ്റ് ആണ്. പാവക്കുട്ടി ഗ്രേസിയുടെ ആണ്. അനർഘ നിമിഷം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആണ്. ഓക്കെ, ഒരു നിമിഷം വൈകി എന്നൊക്കെ ഓർത്തു വെക്കാം അല്ലെ. അപ്പൊ അനർഘ നിമിഷം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആണ്. അതേപോലെ തന്നെ എന്റെ വഴി അമ്പലങ്ങൾ SK പൊറ്റക്കാടിന്റെ ആണ്. ഓക്കെ, എന്റെ വഴി അമ്പലങ്ങൾ ആരുടെ ആണ്? SK പൊറ്റക്കാട്. അപ്പൊ ഇതെല്ലാം പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പൊ ഒന്ന് വരുന്നത് ഖബർ വരുന്നത് KR മീരയാണ് അല്ലെ. പിന്നെ പാവക്കുട്ടി ഗ്രേസി, അനർഘ നിമിഷം, വൈക്കം മുഹമ്മദ് ബഷീർ, എന്റെ വഴി അമ്പലങ്ങൾ, SK പൊറ്റക്കാട്. ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാച്ചിക്കുറുക്കിയ കവിത എന്ന വൈലോപ്പിള്ളി കവിതകളെ വിശേഷിപ്പിച്ചിട്ടുള്ള നിരൂപകൻ ആര് എന്നുള്ളതാണ് ചോദ്യം. പറയാവോ കാച്ചിക്കുറുക്കിയിട്ടുള്ള കവിത? MN വിജയന്റെ ആണ് കേട്ടോ. MN വിജയന്റെ ആണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഓർത്ത് വയ്ക്കാം കാച്ചിക്കുറുക്കി. ഇപ്പൊ നമ്മൾ കാച്ചിക്കുറുക്കിയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാച്ചിക്കുറുക്കിയിട്ടുള്ള കവിതയൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് വിജയം ഉറപ്പാണെന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ MN വിജയന്റെ ആണ് കേട്ടോ. ഇനി 2022 വയലാർ അവാർഡിന് അർഹമായിട്ടുള്ള കൃതി ചോദിക്കുകയാണെങ്കിൽ ഏതാണ് കൃതി? 2022 വയലാർ അവാർഡിന് അർഹമായിട്ടുള്ള കൃതി മീശയാണ് അല്ലെ. S ഹരീഷിന്റെ മീശയാണ്. അപ്പൊ രണ്ട് സൈഡിലും മീശ തിരിച്ചു വെച്ചു എന്നൊക്കെ ഓർത്തു വെക്കാം. വയലാർ പുരസ്കാരമാണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കാം. അതേപോലെ തന്നെ 2023 വയലാർ അവാർഡ് നേടിയിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിയാണ്. തമ്മിൽ മാറിപ്പോരുത്, ആ വർഷവുമായിട്ട് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ. 2023 വയലാർ അവാർഡ് നേടിയിട്ടുള്ള വ്യക്തി ശ്രീകുമാരൻ തമ്പിയാണ് കേട്ടോ. അപ്പോ വയലിലെ തുമ്പി എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. ശ്രീകുമാരൻ തമ്പിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കാം. പ്രശസ്ത നാടകമായിട്ടുള്ള അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആരുടെയാണ്? VT ഭട്ടതിരിപ്പാട് അല്ലെ. VT ഭട്ടതിരിപ്പാടിന്റെ ആണ്. ജസ്റ്റ് ഓർത്ത് വെക്കാം. അടുക്കളയിൽ നിന്നൊരു പാട് വന്നു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. എന്തെങ്കിലുമൊക്കെ ചെയ്തപ്പോൾ ഒരു പാട് വന്നു എന്നൊക്കെ ഓർത്ത് വെക്കാം. VT ഭട്ടതിരിപ്പാടിന്റെ ആണെന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? കിളിക്കാലം ആരുടെയാണ്? P വത്സലയുടെ ആണ് കിളിക്കാലം. ഓക്കെ, അപ്പൊ കിളിക്കാലം ആരുടെ ആത്മകഥയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ P വത്സല. ജസ്റ്റ് ഓർത്തു വെച്ചോളൂ. ഇപ്പൊ ഒരു കിളിയുടെ ഒരു കാലം അല്ലെങ്കിൽ കുറെ കാലം കിളീനെ ഇങ്ങനെ വാത്സല്യത്തോടെ വളർത്തി എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. വത്സലയായിട്ടൊക്കെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? P വത്സല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? വള്ളത്തോളാണ് അല്ലെ. വള്ളത്തോളാണ്. ഓക്കെ, അടുത്തത് വരികളാണ്. നമുക്ക് നോക്കാം. കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് പരാജയം. ആരുടെ വരികളാണിവ? ആരുടെയാണ് പറയാവോ? ആൻസർ കുഞ്ഞുണ്ണി മാഷിന്റെ ആണ് അല്ലെ. കുഞ്ഞുണ്ണി മാഷിന്റെ ആണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാ. കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയം ഉണ്ടായതാണ് പരാജയം. ഓക്കെ, കപട ലോകത്തിൽ ആത്മാർത്ഥമായി ഒരു ഹൃദയം ഉണ്ടായതാണ് പരാജയം. ഇത് ആരുടെ വരികളാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചങ്ങമ്പുഴയുടെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിന്റെ തനത് നൃത്തരൂപം ഏതാണ്? ആൻസർ മോഹിനിയാട്ടമാണ് കേട്ടോ. കേരളത്തിന്റെ തനത് നൃത്തരൂപം ചോദിക്കുകയാണെങ്കിൽ അത് മോഹിനിയാട്ടം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാജ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? വീണ മീട്ടുന്ന സ്ത്രീ രാജ രവിവർമ്മയുടെ ആണ്. ഹംസവും ദമയന്തിയും അദ്ദേഹത്തിന്റെ ആണ്. വിശ്വാമിത്രനും മേനകയും അല്ലെ, അതും അദ്ദേഹത്തിന്റെ ആണ്. ആൻസർ ഉമയുടെ തപസ്യാണ് അല്ലെ. ഉമയുടെ തപസ്യ. അപ്പൊ ഉമയുടെ തപസ്യ ആരുടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നന്ദലാൽ ബോസിന്റെ ആണ് കേട്ടോ. നന്ദലാൽ ബോസ്, ഒരു തപസ് ചെയ്യണ ഒരു ബോസ് ഉണ്ടെന്നൊക്കെ ഓർത്തു വയ്ക്കാം. ഓക്കെ, ഉമയുടെ തപസ്യ നന്ദലാൽ ബോസിന്റെ ആണ്. അടുത്ത് നോക്കാം. ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി ആരാണ്? വള്ളത്തോളാണ് അല്ലെ. ഇനി ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? ആരുടെയാണ്? അത് ചങ്ങമ്പുഴയുടെ ആണ് അല്ലെ. ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ ചോദിക്കുകയാണെങ്കിൽ ചങ്ങമ്പുഴയുടെ ആണ് തുടിക്കുന്ന താളുകൾ കേട്ടോ. തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴയുടെ. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? പലർക്കും അറിയായിരിക്കും. ഗസഹാക്കിന്റെ ഇതിഹാസം അല്ലെ. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഗസഹാക്കിന്റെ ഇതിഹാസം. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയിട്ടുള്ളത്? ആൻസർ സർക്കസ് ആണ്. കീലേരി കുഞ്ഞിക്കണ്ണൻ, ഒരു കുഞ്ഞു കണ്ണുള്ള ഒരാള് സർക്കസിൽ ഉണ്ടെന്നുള്ളത് ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയതെന്ന് ചോദിക്കുകയാണെങ്കിൽ സർക്കസിലാണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കാം. തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? തിക്കൊടിയൻ. ആൻസർ കുഞ്ഞനന്തൻ നായരാണ്. ആരാണ്? കുഞ്ഞനന്തൻ നായരാണ് തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് അല്ലെ.
അപ്പൊ ഈ കുഞ്ഞു കുട്ടികളൊക്കെയാണ് ഒടിക്കുക എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ, സാധനങ്ങളൊക്കെ ഒടിക്കുക എന്നൊക്കെ ഓർക്കാം. കുഞ്ഞനന്തൻ നായർ, കറക്റ്റ് ആയിട്ട് പഠിച്ചു പോണേ. അപ്പൊ തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ കുഞ്ഞനന്തൻ നായരാണ് കേട്ടോ. ഇനി കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? കഴിഞ്ഞ കാലം പറയാവോ? ആരുടെയാണ്? KP കേശവമേനോന്റെ ആണ് അല്ലെ, KP കേശവമേനോൻ. ഞാൻ ഓർത്തു വെച്ചേക്കണത് കഴിഞ്ഞ കാലത്തിൽ കുറെ മുടി ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ വെറുതെ ഓർത്തു വെച്ചേക്കാണ് കേട്ടോ. KP കേശവമേനോൻ. കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? KP കേശവമേനോൻ. ഇനി അടുത്ത് നോക്കാം. പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേൻ ബാക്കിയമുള്ളവർ ഇതിനെ പഠിച്ചോവർ. ഏത് കൃതിയിലെ വരികളാണിവ? ആൻസർ മുഹിയുദ്ദീൻ മാല. ഏതാണ്? മുഹിയുദ്ദീൻ മാല. പഠിച്ചു വെച്ചേക്കണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിന്റെ രചന ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഒരു ദേശത്തിന്റെ കഥ അല്ലെ, ഒരു ദേശത്തിന്റെ കഥ. SK പൊറ്റക്കാടിന്റെ രചനയാണ് ഒരു ദേശത്തിന്റെ കഥ. ഒരു ദേശത്ത് ഒരു ചെറിയൊരു കാട് ഉണ്ടായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. ഒരു ദേശത്തിന്റെ കഥ കേട്ടോ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയിട്ടുള്ള SK പൊറ്റക്കാടിന്റെ രചന ചോദിക്കുകയാണെങ്കിൽ ഒരു ദേശത്തിന്റെ കഥയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏതെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബദിരവിലാപം അദ്ദേഹത്തിന്റെയാണ്. ഋതുവിലാസം അദ്ദേഹത്തിന്റെയാണ്. കൊച്ചു സീതയും അദ്ദേഹത്തിന്റെയാണ് അല്ലെ. അപ്പൊ രാത്രി മഴയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഓർത്തു വെച്ചോളൂ. ഒരു വള്ളത്തിൽ കയറിയപ്പോ വള്ളത്തിന് എന്തെങ്കിലുമൊക്കെ പറ്റി കഴിയുമ്പോൾ ആകെ വിലാപമായിരിക്കും എന്നുള്ള രീതിയിൽ ഓർക്കാം. ബദിരവിലാപം. ഓക്കെ, ബദിരവിലാപം. അതേപോലെ തന്നെ വള്ളത്തിൽ കയറിയിട്ട് നമ്മൾ ആരുടെങ്കിലും ഒക്കെ വീട്ടിലേക്ക് ആയിരിക്കുമല്ലോ പോണം. അപ്പൊ ഒരു വിലാസം ഉണ്ടെന്നൊക്കെ ഓർത്തു വെക്കാം. മൃദുവിലാസം. അപ്പൊ ബദിരവിലാപം, ഋതുവിലാസം. പിന്നെ ഒരു കൊച്ചിനെയും കൊണ്ടാണ് വള്ളത്തിൽ കയറിയെന്ന് ഓർക്കാം. കൊച്ചു സീത, കൊച്ചു സീത കേട്ടോ. ഇനി രാത്രി മഴ ആരുടെയാന്ന് ചോദിക്കുകയാണെങ്കിൽ സുഗതകുമാരിയുടെ ഒരു കവിതയാണ് രാത്രി മഴ എന്ന് പറയുന്നത്. രാത്രി മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല സുഖാണെന്നൊക്കെ ഓർത്തു വെക്കാം അല്ലെ. അപ്പൊ സുഗതകുമാരിയുടെയാണ് രാത്രി മഴ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈദൂർ ദസ്തവേസ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ചുള്ള നോവൽ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഒരു സങ്കീർത്തനം പോലെ കേട്ടോ, ഒരു സങ്കീർത്തനം പോലെ. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ, ഒരു സങ്കീർത്തനം പോലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇലഞ്ഞിത്തറ മേളം ഏത് ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇലഞ്ഞിത്തറ മേളം കേട്ടിട്ടുണ്ടാവും. തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഇലഞ്ഞിത്തറ മേളം ഏത് ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തൃശ്ശൂർ പൂരമാണ്. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനാര്? ആൻസർ വള്ളത്തോൾ നാരായണ മേനോനാണ് കേട്ടോ. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ചോദിക്കുകയാണെങ്കിൽ വള്ളത്തോൾ നാരായണ മേനോനാണ്. ഭൈരവിക്കോലം ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പറയാവോ? ഭൈരവിക്കോലം. ഭൈരവിക്കോലം ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ പടയണിയാണ് കേട്ടോ. പടയണി. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയിട്ടുള്ള സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത് ആരാണ്? സമ്പർക്ക ക്രാന്തി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ആരുടെയാണ്? വി ഷിനിലാലിന്റെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോവലാണ് നമ്മൾ പറഞ്ഞു. നോ സമ്പർക്കം എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാൻ പറഞ്ഞു. നമ്മുടെ ഈ കോവിഡ് സമയത്തൊക്കെ നോ സമ്പർക്കം എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. ഇനി സമ്പർക്കം വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ക്ഷീണിച്ചു പോകുന്ന ഓർക്കാം. അപ്പൊ വി ഷിനിലാലിന്റെ ആണ് എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ കേട്ടോ. കിട്ടുന്നുണ്ടല്ലോ. അടുത്ത ചോദ്യം. ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള പ്രഥമ പ്രതിശ്രുതി എന്ന ബംഗാളി നോവൽ എഴുതിയത് ആരാണ്? ആൻസർ ആശാപൂർണദേവി. ആരാണ്? ആശാപൂർണദേവി കേട്ടോ. ഇനി അടുത്ത ചോദ്യം. ചവറ പാറുക്കുട്ടി ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ട കലാകാരിയായിരുന്നു? കഥകളിയാണ് കേട്ടോ. കഥകളിയാണ്. ചവറ പാറുക്കുട്ടി ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ട കലാകാരിയായിരുന്നു? ഏതാണ് ആൻസർ? കഥകളിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കഥകളി തന്നെയാണ്. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ചോദിക്കുകയാണെങ്കിലും കഥകളിയാണ് അല്ലെ. ഇനി ഹൃദയസ്മിതം ആരുടെ കൃതിയാണ്? ഹൃദയസ്മിതം പറയാവോ? ആരുടെയാണ്? ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ആണ് ഹൃദയസ്മിതം. ഓക്കെ, അപ്പൊ സ്മിതം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പുഞ്ചിരി അല്ലെ. അപ്പൊ ഹൃദയത്തിന് ഒരു പുഞ്ചിരിയൊക്കെ കിട്ടുന്നത് ഞാൻ ഓർത്തു വെച്ചേക്കുന്നത് എടപ്പള്ളി പള്ളിയിൽ പോകുമ്പോഴാണെന്നുള്ള രീതിയിൽ ഓർത്തേക്കാണ്, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പോകുമ്പോഴാണെന്നൊക്കെ ഓർത്തു വെക്കാം. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ആണെന്നുള്ളത് ഓർത്തു വെച്ചേക്കാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ക്ഷീരമുള്ളൊരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നു പാടിയത് ആരാണ്? ഇത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും അല്ലെ. ക്ഷീരമുള്ളൊരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ആരുടെയാണ്? അത് കുഞ്ചൻ നമ്പ്യാറിന്റെ ആണ് അല്ലെ. കുഞ്ചൻ നമ്പ്യാറിന്റെ ആണ്. ഇത് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തു വെക്കാം. ഒരു കുഞ്ഞു കൊതുകാണെന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം കേട്ടോ. കുഞ്ഞു കൊതുക് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. കുഞ്ചൻ നമ്പ്യാറിന്റെ ആണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കാം. പ്രവാസം എന്ന കൃതി രചിച്ചത് ആരാണ്? പ്രവാസം എന്ന കൃതി രചിച്ചിട്ടുള്ളത് M മുകുന്ദനാണ്. ഈ പ്രവാസികളൊക്കെ കാണുമ്പോൾ അവരുടെ മുഖം നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന ഓർത്തു വെക്കാം. M മുകുന്ദൻ എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
കഥകളി അടിസ്ഥാനപ്പെടുത്തി കേരള നടനം എന്ന നാട്യരൂപം ചിട്ടപ്പെടുത്തിയത് ആര്? ആൻസർ വരുന്നത് ഗുരു ഗോപിനാഥ് ആണ് കേട്ടോ. ഗുരു ഗോപിനാഥ് ആണ് കഥകളി അടിസ്ഥാനപ്പെടുത്തി കേരള നടനം. ഓക്കെ, കേരള നടനം ഗുരു ഗോപിനാഥിന്റെ. ഓക്കെ, ഇനി ഏകലവ്യൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? ആൻസർ കെ എം മാത്യൂസ് ആണ്. ഏകലവ്യൻ കെ എം മാത്യൂസ്. ഞാൻ ഓർത്തേക്കണം ഈ മാത്സുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. മാത്സിലെ ഏകലവ്യൻ എന്നൊക്കെ ജസ്റ്റ് വേണമെങ്കിൽ ഓർത്തു വയ്ക്കാം. കെ എം മാത്യൂസ് ആണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഏകലവ്യൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ചോദിക്കുകയാണെങ്കിൽ അത് കെ എം മാത്യൂസ് ആണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ആരുടെ വരികളാണ്? ഒന്ന് ഓർത്തു നോക്കിയേ, ആരുടെയാണ്? ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ആൻസർ ആരുടെയാണ്? പി പി രാമചന്ദ്രന്റെ ആണ് കേട്ടോ. ആരുടെയാണ്? പി പി രാമചന്ദ്രൻ അല്ലെ. ഒരു കൂവല് മാത്രം മതി, ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂവല് മാത്രം മതി. അപ്പൊ കൂവുന്നത് പി പി വെച്ചിട്ടാണ്. നമ്മൾ ഈ പി പി പറയില്ലേ, പി പി വെച്ചിട്ടാണ് കൂവുന്നത് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. പി പി രാമചന്ദ്രന്റെ ആണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ചെട്ടിക്കുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ഒരു ഭഗവതി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പറയാവോ? ചെട്ടിക്കുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ഒരു ഭഗവതി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഏതാണ്? ആലപ്പുഴ ജില്ലയിൽ അല്ലെ. ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? പറയാവോ? ആരാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ? ആൻസർ ഭാർഗവൻ പിള്ളയാണ്. ആരാണ്? ഭാർഗവൻ പിള്ള. അപ്പൊ അങ്ങനെയാണെങ്കിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാ? ഒ എസ് ഉണ്ണികൃഷ്ണൻ അല്ലെ. ഒ എസ് ഉണ്ണികൃഷ്ണൻ. നമ്മള് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഒ എസ് ഉണ്ണികൃഷ്ണൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോക്ലോർ എന്ന് പറയുമ്പോൾ ഫോർക്ക് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഫോർക്ക് ഈ ബാറിലൊക്കെ പോയിട്ട് ഫോർക്ക് യൂസ് ചെയ്തു എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഒ എസ് ഉണ്ണികൃഷ്ണൻ. ഒ എസ് ഉണ്ണികൃഷ്ണൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ സി വി രാമൻപിള്ള, സി വി രാമൻപിള്ള, പീറ്റർ സ്കോട്ട് അല്ലെ. അപ്പോ കേരളത്തിലെ പീറ്റർ സ്കോട്ട് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? സി വി രാമൻപിള്ള. നമ്മുടെ ഈ സി വി കരിക്കുലം വിറ്റ ഈ സി വിയിൽ മിക്കവാറും കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വയ്ക്കുക. അപ്പൊ പീറ്റർ സ്കോട്ട് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അല്ലെ. അപ്പോ കേരള പീറ്റർ സ്കോട്ട് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സി വി രാമൻപിള്ളയാണ്. ശരിയാണ്. അടുത്തത് കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് ആരാ? എം ടി വാസുദേവൻ നായർ അല്ലെ. അപ്പോ വേ നമ്മൾ ഇംഗ്ലീഷിൽ വേ എന്ന് പറയില്ലേ, വഴി, വഴി എം ടി ആയി എന്ന് വേണമെങ്കിൽ ഓർക്കാം അല്ലെ. അപ്പോ കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്ന ആരാണ്? എം ടി വാസുദേവൻ നായർ. അതും കറക്റ്റ് ആണ് അല്ലെ. അടുത്തത് ഒ എൻ വി കുറുപ്പ്, അലക്സാണ്ടർ പുഷ്കിൻ അല്ലെ. അപ്പൊ കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഒ എൻ വി കുറുപ്പാണ്. ജസ്റ്റ് ഓർത്തു വെക്കാം. ഒന്ന് വണ്ടി പുഷ് ചെയ്യൂ എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. ഒന്ന് എന്നുള്ള രീതിയിൽ ഒ എൻ വി ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. അപ്പൊ ആരാണ്? അതും കറക്റ്റ് ആണ്. ഒ എൻ വി കുറുപ്പ്, അലക്സാണ്ടർ പുഷ്കിൻ. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ കേരള മാർക്ക് ട്വെയിൻ എന്നറിയപ്പെടുന്ന വള്ളത്തോളല്ല അല്ലെ. ആരാണ്? അത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള കൊടുത്തിട്ടുള്ളത് കേട്ടോ. കേരള മാർക്ക് ട്വെയിൻ എന്നറിയപ്പെടുന്ന ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. ജസ്റ്റ് ഓർത്തു വെക്കാം. ഈ വേങ്ങയിൽ എന്ന് പറയുമ്പോൾ തേങ്ങയായിട്ടൊന്ന് ഓർക്കാം അല്ലെ. വേങ്ങ, തേങ്ങ, തേങ്ങയിൽ ഒരു മാർക്ക് ഉണ്ട്. നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ 3 വട്ടം പോലെ ഉണ്ടെന്നൊക്കെ ഒന്ന് ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആൻസർ 1, 3, 1, 2, 3 ശരി എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കോഡൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ്. അടുത്ത് നോക്കാം. മലയാളത്തിന്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥ ഏതാണ്? ഏതാണ്? നളചരിതം ആട്ടക്കഥ അല്ലെ. നളചരിതമാണ് കേട്ടോ. മലയാളത്തിന്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നളചരിതം. നളചരിതം. അടുത്ത ചോദ്യം. എം മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്തിട്ടുള്ള കൃതിയാണ് ചോദിച്ചിട്ടുള്ളത്. എം മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്തിട്ടുള്ള കൃതി ഏതാ? വേഗം ആലോചിച്ചിട്ട് ആൻസർ പറഞ്ഞ. ആൻസർ കേശവന്റെ വിലാപങ്ങൾ. ഏതാണ്? കേശവന്റെ വിലാപങ്ങൾ. അല്ലെങ്കിൽ കേശവന്റെ വിലാപങ്ങൾ ആരുടെ കൃതിയാന്ന് ചോദിക്കുകയാണെങ്കിൽ ആരുടെയാണ്? എം മുകുന്ദൻ അല്ലെ. നമ്മൾ പറയില്ലേ മുഖം കാണുമ്പോൾ ചിലപ്പോ വിലാപം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. വിഷം ഉണ്ടെങ്കിലൊക്കെ അറിയാൻ പറ്റും ഓർക്കാം. അപ്പൊ മുഖം മുകുന്ദൻ ആയിട്ടൊക്കെ ഒന്ന് ഓർക്കാൻ പറ്റുമോ നോക്കുക. ഓക്കെ, അപ്പൊ എം മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്തിട്ടുള്ള കൃതി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ കേശവന്റെ വിലാപങ്ങൾ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നാലും നമുക്ക് നോക്കിപ്പോ അല്ലെ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒ എൻ വി കുറുപ്പിന്റെ കൃതികൾ അല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അക്ഷരം ഒ എൻ വി കുറുപ്പിന്റെ ആണ്, മൃഗയാണ്, അതേപോലെ തന്നെ പേട്ടമാണ് അല്ലെ. നൃത്തശാലയാണ് ഒ എൻ വി കുറുപ്പിന്റെ അല്ലാത്തത്. നൃത്തശാല ആരുടെയാണ്? അത്
എസ് സിത്താരയുടെയാണ് കേട്ടോ. എസ് സിത്താരയുടെയാണ്. നമുക്ക് സിത്താര നടി ഉണ്ടല്ലോ, അതുമായിട്ട് സിംഗർ ഉണ്ടല്ലോ, അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പൊ നൃത്തവും കളിക്കുമല്ലോ. അപ്പൊ അങ്ങനെ സിത്താര നൃത്തശാല എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പണ്ഡിതനും തെയ്യം കലാകാരനുമായിട്ടുള്ള രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ചിട്ടുള്ള തമ്പുരാൻ ആര്? പറയാവോ? ആൻസർ ചിറക്കൽ തമ്പുരാൻ അല്ലെ, ചിറക്കൽ തമ്പുരാൻ. അപ്പൊ ഒന്നുകൂടെ, പണ്ഡിതനും തെയ്യം കലാകാരനുമായിട്ടുള്ള രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ചിട്ടുള്ള തമ്പുരാൻ ചോദിക്കുകയാണെങ്കിൽ അത് ചിറക്കൽ തമ്പുരാനാണ് കേട്ടോ, ചിറക്കൽ തമ്പുരാൻ. അടുത്ത ക്വസ്റ്റ്യൻ, സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഏന്തിണകളിലെ അവസാന നിലമായിട്ടുള്ള നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത് ഏതാണ്? നെയ്തൽ നിലം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് കടലോര പ്രദേശത്തെ അല്ലെ, കടലോര പ്രദേശത്തെ. നമ്മൾ ഈ കടലിലൊക്കെ നീന്തും എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. നെയ്തൽ എന്നൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും നോക്കുക. കടലോര പ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഏന്തിണകളിലെ അവസാന നിലമായിട്ടുള്ള നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത് കടലോര പ്രദേശത്തെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കഥകളി വിജ്ഞാനകോശം രചിച്ചതാരാ? ആൻസർ അയ്മനം കൃഷ്ണ കൈമളാണ് അല്ലെ, അയ്മനം കൃഷ്ണ കൈമൾ. കഥകളി വിജ്ഞാനകോശം എൻസൈക്ലോപീഡിയ അല്ലെ, എൻസൈക്ലോപീഡിയ, കഥകളിയുടെ ഒക്കെ ഒരു എൻസൈക്ലോപീഡിയ അല്ലെങ്കിൽ വിജ്ഞാനകോശം എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലുണ്ടാവും, എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവും എന്ന് ഓർക്കാം. അയ്മനം, അതേപോലെ തന്നെ കഥകളി ആയതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കും അല്ലെ. അപ്പൊ കൈമൾ എന്നും കൂടെ ഓർത്തു വെക്കാം. അയ്മനം കൈമളാണ് വിജ്ഞാനകോശം അല്ല, കഥകളി വിജ്ഞാനകോശം എന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി തകഴി ശിവശങ്കര പിള്ളയ്ക്ക് മിസ്റ്റേക്ക് ഉണ്ട്. തകഴി ശിവശങ്കര പിള്ളയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തിട്ടുള്ള കൃതി ഏതാ? ചെമ്മീനാണ് അല്ലെ. തകഴി ശിവശങ്കര പിള്ളയെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കോഡൊക്കെ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഏതാണ്? ചെമ്മീനാണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തിട്ടുള്ള കൃതിയാണ് ചെമ്മീൻ. ഓക്കെ, രണ്ടിടങ്ങഴി, അതുപോലെ തന്നെ ഏണിപ്പടികൾ, കയർ, ഇതെല്ലാം തകഴി ശിവശങ്കര പിള്ളയുടെ ബാക്കിയുള്ള കൃതികളാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കാം. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാന്ന് പറയാവോ? ആൻസർ ഇടപ്പള്ളിയിലാണ് കേട്ടോ, ഇടപ്പള്ളിയിലാണ്. ഓക്കെ, ഇനി പത്മസുബ്രഹ്മണ്യം ഏത് നൃത്തവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പത്മസുബ്രഹ്മണ്യം ഏതാണ്? ഭരതനാട്യമാണ് കേട്ടോ, ഭരതനാട്യമാണ്. അപ്പൊ പത്മസുബ്രഹ്മണ്യം ഏത് നൃത്തരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഭരതനാട്യം. അടുത്ത, മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമ ആയിട്ട് അറിയപ്പെടുന്ന സിനിമ ഏതാണ്? ബാലൻ അല്ലെ. വീട്ടില് ബാലന്മാരുണ്ടെങ്കിൽ നല്ല ശബ്ദമായിരിക്കും എന്നൊക്കെ ഓർത്തു വെക്കാം. മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമ ആയിട്ട് അറിയപ്പെടുന്ന സിനിമ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ബാലനാണ് കേട്ടോ. 2023 നിയമസഭ ലൈബ്രറി അവാർഡ് നേടിയിട്ടുള്ളത് ടി പത്മനാഭനാണ്. ഓക്കെ, 2023 നിയമസഭ ലൈബ്രറി അവാർഡ് കിട്ടിയിട്ടുള്ളത് ആർക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ ആർക്കാണ്? ടി പത്മനാഭൻ. പഠിച്ചു വെക്കണേ. 2023 നിയമസഭ ലൈബ്രറി അവാർഡ് കിട്ടിയിട്ടുള്ളത് ടി പത്മനാഭൻ. ബഷീർ ദിനവുമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ബഷീർ ദിനം. ബഷീർ ദിനം എന്ന് പറയുന്നത് ബഷീർ അന്തരിച്ചിട്ടുള്ള ദിനമാണ് കേട്ടോ. അത് എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജൂലൈ 5 എന്നാണ്, ജൂലൈ 5. അപ്പൊ ബഷീർ ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്നാണ്? ജൂലൈ 5 കേട്ടോ, ജൂലൈ 5. അടുത്തത്, വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ഈ സ്വാതന്ത്ര്യ സമരഗാനത്തിന്റെ രചയിതാവ് ആരാണ്? പലർക്കും അറിയായിരിക്കും. ആൻസർ വരുന്നത് അംശി നാരായണ പിള്ള അല്ലെ, അംശി നാരായണ പിള്ളയാണ്. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കുക. എന്തെങ്കിലും ഒരു അംശം അല്ലെ, ഒരു സ്വത്തിന്റെ ഒക്കെ ഒരു അംശം തരുന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വരും എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ആരുടെയാണ്? അംശി നാരായണ പിള്ള. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ നാടുകളെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് വട്ടെഴുത്ത് ലിഖിതത്തിൽ നിന്നാണ് കേട്ടോ. കേരളത്തിലെ നാടുകൾ, നാടൊക്കെ ചുറ്റി വട്ടായി എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. കേരളത്തിലെ നാടുകളെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് വട്ടെഴുത്ത് ലിഖിതം. ഓക്കെ, വട്ടെഴുത്ത് ലിഖിതം. അടുത്ത ക്വസ്റ്റ്യൻ. സംഘകാലത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉപ്പ് വ്യാപാരികളാണ് അല്ലെ, പൂവ് വെച്ചിട്ട് തന്നെ ഉമണർ. ഏതാണ്? ഉമണർ. സംഘകാലത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉമണറാണ്. മാമംഗത്തിന്റെ അന്ത്യത്തിന് കാരണമായിട്ടുള്ള ഘടകം ഏതാണ്? പറയാവോ? ആൻസർ ഹൈദരാലിയുടെ ആക്രമണം അല്ലെ, ഹൈദരാലിയുടെ ആക്രമണം. മാമാങ്കത്തിന്റെ അന്ത്യത്തിന് കാരണമായിട്ടുള്ള ഘടകം ചോദിക്കുകയാണെങ്കിൽ ഹൈദരാലിയുടെ ആക്രമണമാണ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദിയുടെ പേര് ഏതാണ്? അത് കൂടിയാട്ടം. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദിയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ അത് കൂടിയാട്ടം, കൂടിയാട്ടം ട്ടോ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന എവിടെയാ? തൃശ്ശൂരാണ് അല്ലെ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തൃശ്ശൂരാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന
ബാലസാഹിത്യ മാസികയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ തളിരാണ്. ബാലന്മാരുടെ അല്ലേ, അപ്പൊ ഒരു തളിരാണ്. ഒരു തളിര് പോലെ ബാലന്മാരെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും നോക്കുക. തളിര് കേട്ടോ. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ തളിരാണ്. ഇനി കേരള കലാമണ്ഡലം സ്ഥാപിതമായിട്ടുള്ള വർഷം ഏതാ? 1930. ഓക്കെ, അപ്പൊ എവിടെയാണ്? തൃശ്ശൂരാണ് നമ്മൾ പറഞ്ഞു. കേരള കലാമണ്ഡലം സ്ഥാപിതമായിട്ടുള്ള വർഷം ചോദിക്കുകയാണെങ്കിൽ 1930 കേട്ടോ. 1930. രാമകഥ പാട്ടിന്റെ രചയിതാവ് ആരാണ്? രാമകഥ പാട്ടിന്റെ രചയിതാവ് ചോദിക്കുകയാണെങ്കിൽ അത് പിള്ള ആശാനാണ് കേട്ടോ. രാമകഥ പാട്ടിന്റെ രചയിതാവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അയ്യപ്പിള്ള ആശാൻ. കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി കേരള നടനം എന്ന നാട്യരൂപം ചിട്ടപ്പെടുത്തിയത് ആരാണ്? പറയാവോ? കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി കേരള നടനം എന്ന് പറഞ്ഞാൽ കേരള ഒരു അഭിനയം, നടനം എന്നൊക്കെ പറഞ്ഞാൽ ഒരു അഭിനയമായിട്ട് പറയുന്നതാണ്. അത് എന്ന നാട്യരൂപം ചിട്ടപ്പെടുത്തിയത് ആരാണ്? ആൻസർ ഗുരു ഗോപിനാഥ് ആണ് കേട്ടോ. ഗുരു ഗോപിനാഥ്. ഓക്കെ, അപ്പൊ അഭിനയിക്കണമെങ്കിൽ അല്ലെങ്കിൽ നടനമൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ഗുരു വേണം അല്ലെ? ഗുരു വേണം. ഓക്കെ, അപ്പൊ ഗുരു ഗോപിനാഥ്, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഗോപിയാവുന്നൊക്കെ ഓർക്കാം. ഗുരു ഗോപിനാഥ്. കഥകളി അടിസ്ഥാനപ്പെടുത്തി കേരള നടനം എന്ന നാട്യരൂപം ചിട്ടപ്പെടുത്തിയത് ചോദിക്കുകയാണെങ്കിൽ ഗുരു ഗോപിനാഥ്. കേരള ചോസർ എന്നറിയപ്പെടുന്ന ആരാണ്? പറയാവോ? കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമ കവിയാണ് അല്ലെ? ചീരാമ കവിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്നത് ചുവന്ന ചീര ചൂസ് ചെയ്യുന്ന ഓർക്കാം. അപ്പൊ ചുവന്ന ചീര ചൂസ് ചെയ്യുന്നൊക്കെ ഓർക്കാം. ചോസർ. കേട്ടോ, കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമ കവി. തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന നോവലിൽ ജീവിത കഥ ചിത്രീകരിച്ചിരിക്കുന്ന മലയാള കവി ആരാണ്? പറയാവോ? തീക്കടൽ കടഞ്ഞ് തിരുമധുരം. തീക്കടൽ കടഞ്ഞ് തിരുമധുരം കിട്ടുകയാണ് എന്ന ജീവിത കഥ ചിത്രീകരിച്ചിരിക്കുന്ന മലയാള കവി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ തുഞ്ചത്ത് എഴുത്തച്ഛൻ ട്ടോ. ആരാണ്? തുഞ്ചത്ത് എഴുത്തച്ഛൻ. അപ്പൊ നമ്മൾ എഴുത്തച്ഛനെ കേരള സാഹിത്യത്തിലെ കുലപതി എന്നൊക്കെയാണ് നമ്മൾ പറയാ അല്ലെ? അപ്പൊ തീക്കടലൊക്കെ കടഞ്ഞ് അതിൽ നിന്ന് തിരുമധുരം ഒക്കെ കിട്ടണമെങ്കിൽ അത് എഴുത്തച്ഛൻ തന്നെയാണെന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. തുഞ്ചത്ത് എഴുത്തച്ഛൻ ട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, നാടിന്റെ സാംസ്കാരിക പൈതൃകത്തെ കുറിച്ച് പഠനം നടത്തുന്നതിനായിട്ടുള്ള സ്ഥാപനം സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ എറണാകുളത്താണ് കേട്ടോ. എറണാകുളത്താണ്. ഓക്കെ, അടുത്ത് നോക്കാം. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതാണ്? പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതാണ്? തപ്പും ചെണ്ടയുമാണ് കേട്ടോ. തപ്പും ചെണ്ടയും. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തപ്പും ചെണ്ടയുമാണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കാം. അടുത്തത്, ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന ടി.ഡി. രാമകൃഷ്ണന്റെ നോവലാണ് ചോദ്യം. പറയാവോ? ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന ടി.ഡി. രാമകൃഷ്ണന്റെ നോവലാണ് ചോദ്യം. ആൻസർ ആൽഫയാണ്. ആൽഫ. ഓക്കെ, ആൽഫ പഠിച്ചു വെക്കണേ. ഉപലേന്ദു ചാറ്റർജി, ആൽഫ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ജ്ഞാനപീഠ അവാർഡ് നേടാത്തത് ആര് എന്നുള്ളതാണ് ചോദ്യം. പറയാവോ? ഇതിൽ ജ്ഞാനപീഠം അവാർഡ് നേടാത്തത് ആരാണ്? ആൻസർ വയലാർ രാമവർമ്മ അല്ലെ? വയലാർ രാമവർമ്മയ്ക്കാണ് കിട്ടാത്തത് അല്ലെ? അപ്പൊ ONV കുറുപ്പിന് കിട്ടിയിട്ടുണ്ട്, MT വാസുദേവൻ നായർക്ക് കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് കിട്ടിയിട്ടുണ്ട്. 2019 കിട്ടിയിട്ടുണ്ട് അല്ലെ? 2019 കിട്ടിയിട്ടുള്ളത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ ജ്ഞാനപീഠം കിട്ടിയിട്ടുള്ള ആർക്കൊക്കെയാണ് നമുക്ക് നോക്കാം. ആർക്കൊക്കെയാണ്? ജി ശങ്കരക്കുറുപ്പിന് കിട്ടിയിട്ടുണ്ട്, SK പൊറ്റക്കാടിന് കിട്ടിയിട്ടുണ്ട്, തകഴി ശിവശങ്കര പിള്ളയ്ക്ക് കിട്ടിയിട്ടുണ്ട്, MT വാസുദേവൻ നായർക്ക് കിട്ടിയിട്ടുണ്ട്, ONV കുറുപ്പിന് കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഓർക്കാനായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യുക. അതായത് ശങ്കരൻ പോറ്റിയ പിള്ളയ്ക്ക്, ശങ്കരൻ പോറ്റിയ പിള്ള എന്ന് പറഞ്ഞാല് ജി ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി ശിവശങ്കര പിള്ള കേട്ടോ. ശങ്കരൻ പോറ്റിയ പിള്ളയ്ക്ക് MT യോടാണ് കൂറ്. MT വാസുദേവൻ നായർ കൂറ് എന്ന് പറയുമ്പോൾ ONV കുറുപ്പാണ് കേട്ടോ. അതിന്റെ കൂടെ തന്നെ അക്കിത്തം എന്നുള്ളതും കൂടെ പഠിച്ചു വെച്ചേക്കുക. 2019 അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രം വരച്ചത് ആരാണ്? പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം വരച്ചത് ആരാണ്? പറയാവോ? ആൻസർ വിൻസെന്റ് വാൻഗോഗ് ആണ്. ആരാണ്? വിൻസെന്റ് വാൻഗോഗ്. ഓക്കെ, ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രം വരച്ചത് വിൻസെന്റ് വാൻഗോഗ്. ജസ്റ്റ് ഓർത്തു വെക്കാം, ഉരുളക്കിഴങ്ങൊക്കെ തിന്നുന്നത് വിൻ ചെയ്യാനാണെന്നുള്ള രീതിയിൽ ഓർക്കാം. ഓക്കെ, അപ്പൊ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ വിൻസെന്റ് വാൻഗോഗ്. അടുത്ത ക്വസ്റ്റ്യൻ, മലയാള സാഹിത്യകാരൻ TC ജോസഫിന്റെ തൂലികാ നാമം എന്താണ്? പറയാവോ? ആൻസർ ഇടമറുക് അല്ലെ? ഇടമറുക്. അപ്പൊ TCയില് മറുകുണ്ട് എന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു എന്ന് ജസ്റ്റ് ഓർത്തു വയ്ക്കാം. മലയാള സാഹിത്യകാരൻ TC ജോസഫിന്റെ തൂലികാ നാമം ഇടമറുക്. അപ്പൊ നമ്മൾ ഈ തൂലികാ നാമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കോഡ് ക്ലാസ് ആണ് കേട്ടോ. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ്സും കൂടെ കാണാൻ ശ്രമിക്കുക.
അടുത്ത ക്വസ്റ്റ്യൻ 2022 ബഷീർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള കൃതി ഏതാണ്? ആൻസർ നൃത്തം ചെയ്യുന്ന കുടകൾ. ഏതാണ്? നൃത്തം ചെയ്യുന്ന കുടകൾക്കാണ് 2022 ബഷീർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കേട്ടോ. അത് ആരുടെയാന്ന് പറയാവോ? ആൻസർ എം മുകുന്ദൻ. എം മുകുന്ദന്റെ ആണ് നൃത്തം ചെയ്യുന്ന കുടകൾ. അപ്പൊ 2022 എം മുകുന്ദന് ഈ ബഷീർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. കൃതി ഏതാണ്? നൃത്തം ചെയ്യുന്ന കുടകൾ. അപ്പൊ 2021 കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. 2021 കിട്ടിയിട്ടുള്ളത് സച്ചിദാനന്ദനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? സച്ചിദാനന്ദനാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, MT വാസുദേവൻ നായരുടെ നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമലാദേവി. ഏത് നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമലാദേവി? ആൻസർ മഞ്ഞ് അല്ലെ, മഞ്ഞിലെയാണ്. അപ്പൊ ഓർത്ത് വെക്കാം, നമ്മൾ ഈ മലയുടെ മുകളിലൊക്കെ കയറി കഴിയുമ്പോൾ മഞ്ഞുണ്ടെന്ന് ഓർക്കാം അല്ലെ. അപ്പൊ വിമല, അതിനകത്തൊരു മലയുണ്ടെന്ന് ഓർത്ത് വെക്കാം. വിമലാദേവി, മഞ്ഞ്. ഓക്കെ. അപ്പൊ MT വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമലാദേവി കേട്ടോ. ഇനി ഭരത് ഗോപിക്ക് ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുള്ള സിനിമ കൊടിയേറ്റം അല്ലെ. കൊടിയേറ്റം ഭരത് ഗോപി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ കൊടിയേറ്റമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? ഋതുമതി. ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവ് പ്രേംജി ആണ് അല്ലെ. പ്രേംജി ആണ്. അപ്പൊ ഋതു എന്ന് പറഞ്ഞാൽ സീസൺസ് നമ്മൾ പറയും അല്ലെ. ഈ ഒരു സീസൺ മതി, കാരണം ആ ഒരു ഋതുവിനോട് നമുക്ക് വളരെ പ്രേമമാണ് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. അപ്പൊ ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവ് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? പ്രേംജി. പ്രേംജി. മലയാളം എഴുത്തുകാരനായിട്ടുള്ള VV അയ്യപ്പന്റെ തൂലികാ നാമമാണ് ചോദ്യം. ഓക്കെ. അപ്പൊ തൂലികാ നാമം ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിക്കുക. VV അയ്യപ്പന്റെ തൂലികാ നാമം ചോദിക്കുകയാണെങ്കിൽ കോവിലൻ ആണ് അല്ലെ. കോവിലൻ. അപ്പൊ കോവിലിൽ പോയിട്ട് അയ്യപ്പനെ പ്രാർത്ഥിച്ചു എന്നുള്ള രീതിയിൽ ഓർക്കാം, വിക്ടറി കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ VV ആണ്. ഇനീഷ്യലും കൂടെ അറിഞ്ഞു വെച്ചേക്കുക. VV അയ്യപ്പന്റെ തൂലികാ നാമം എന്താണ്? കോവിലൻ. കോവിലൻ. അടുത്ത ക്വസ്റ്റ്യൻ, വെള്ളായിയപ്പന്റെ കേന്ദ്ര കഥാപാത്രമായി വരുന്ന OV വിജയൻ രചിച്ചിട്ടുള്ള ചെറുകഥ ഏതാണ്? വെള്ളായിയപ്പൻ. പറയാവോ? ആൻസർ കടൽ തീരത്ത് അല്ലെ. കടൽ തീരത്ത്. കടലിൽ കുറെ വെള്ളം ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കാം. വെള്ളായിയപ്പൻ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന OV വിജയൻ രചിച്ചിട്ടുള്ള ചെറുകഥ ചോദിക്കുകയാണെങ്കിൽ അത് കടൽ തീരത്ത്. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? ശബ്ദസുന്ദരൻ. ആൻസർ വള്ളത്തോൾ അല്ലെ. വള്ളത്തോൾ. വള്ളത്തോളിനെയാണ് ശബ്ദസുന്ദരൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോ വെള്ളത്തിന്റെ ഒക്കെ ഒരു ശബ്ദം ആയിട്ട് ജസ്റ്റ് ഒന്ന് ഓർക്കാം. ഈ കടലിലൊക്കെ വെള്ളത്തിന്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ വള്ളത്തോളാണ് കേട്ടോ. വള്ളത്തോളാണ്. അടുത്തത്, ജീവിത രസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയിട്ടുള്ള കലാകാരൻ. ജീവിത രസങ്ങൾ ആരാണ്? ആൻസർ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. ആരാണ്? ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. ഓക്കെ. അപ്പൊ ജീവിതം നല്ല രസമായിരിക്കും, കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും എന്ന് ഓർത്തു വെക്കാം. കുഞ്ഞിരാമൻ നായർ. ഓക്കെ. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ എന്നുള്ളത് ഓർത്തു വെക്കാം കേട്ടോ. ഇനി കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആരാ? കേരള സിംഹം. ഇത് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് സർദാർ KM പണിക്കറാണ് കേട്ടോ. സർദാർ KM പണിക്കറാണ് കേരള സിംഹം. സിംഹമൊക്കെ കൂട്ടി എന്നൊക്കെ പുറത്ത് ചാടിക്കഴിഞ്ഞാൽ വലിയ പണിയായിരിക്കും അല്ലെ. അപ്പൊ പണിക്കറാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. സർദാർ KM പണിക്കറാണ് കേട്ടോ. സർദാർ KM പണിക്കർ. ഓക്കെ. അപ്പൊ കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ സർദാർ KM പണിക്കറാണ്. വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? ആരുടെയാണ് വിത്തും കൈകോട്ടും? വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ അല്ലെ. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ വിത്തും കൈകോട്ടും. വിത്തൊക്കെ നമ്മൾ വയലില് ഇട്ടു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം അല്ലെ. കുഴിച്ചിടുക എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ വിത്തും കൈകോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാന്ന് ചോദിക്കുകയാണെങ്കിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെയാണ് കേട്ടോ. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവിനെ കണ്ടെത്തുക. ആൻസർ 1.25 കോടി മലയാളികൾ. ആൻസർ എന്താ വരുന്നേ? EMS നമ്പൂതിരിപ്പാടാണ് അല്ലെ. നമ്മുടെ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട്. അപ്പൊ അതുകൊണ്ട് തന്നെ 1.25 കോടി മലയാളികൾ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ EMS നമ്പൂതിരിപ്പാടാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആനന്ദ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ആനന്ദ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? P സച്ചിദാനന്ദൻ അല്ലെ. P സച്ചിദാനന്ദൻ. ആനന്ദ്, ആനന്ദൻ എന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ഇനീഷ്യല് പഠിച്ചു വെച്ചേക്കണം, കാരണം PSC ഇതിനു മുമ്പ് ഇനീഷ്യല് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ K സച്ചിദാനന്ദൻ, P സച്ചിദാനന്ദൻ അങ്ങനെയൊക്കെ ഓപ്ഷൻസിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആനന്ദ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഹാപ്പി എന്ന് ഓർക്കാം അല്ലെ. ഹാപ്പിനകത്ത് P ഉണ്ടല്ലോ. അപ്പൊ അതുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. P സച്ചിദാനന്ദൻ എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഇനി കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ആരാണ്? പറയാവോ? കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിച്ചത്
ബോധേശ്വരനാണ് അല്ലെ. കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിക്കണമെങ്കിൽ നല്ല ബോധമൊക്കെ വേണം. ബോധേശ്വരനാണെന്ന് അറിയാം. അതേപോലെ തന്നെ കേരളത്തിന്റെ സാംസ്കാരിക ഗാനം ഏതാ? ജയ ജയ കോമള കേരളധരണി അല്ലെ. അതും കൂടെ അറിഞ്ഞു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാച്ചിക്കുറുക്കിയ കവിത എന്ന് വൈലോപ്പിള്ളി കവിതകളെ വിശേഷിപ്പിച്ചിട്ടുള്ള നിരൂപകൻ ആരാണ്? ആൻസർ എം എൻ വിജയനാണ്. ആരാണ്? എം എൻ വിജയനാണ് കാച്ചിക്കുറുക്കിയ കവിത എന്ന് വൈലോപ്പിള്ളി കവിതകളെ വിശേഷിപ്പിച്ചിട്ടുള്ള നിരൂപകൻ. ജസ്റ്റ് ഓർത്ത് വെക്കാം, ഈ കാച്ചിക്കുറുക്കിയിട്ടുള്ള നമ്മളെ തന്നെയാണെങ്കിൽ ഈ കാച്ചിക്കുറുക്കിയിട്ടുള്ള നോട്ട്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ, നമ്മൾ വിജയിക്കും, അത്രയും ഇമ്പോർട്ടന്റ് ആണ് കാച്ചിക്കുറുക്കിയിട്ടുള്ള. അപ്പൊ അതേപോലെ വിജയിക്കും അല്ലെങ്കിൽ വിജയനായിട്ടൊന്ന് കണക്ട് ചെയ്യാം. എം എൻ വിജയനാണ് കേട്ടോ, എം എൻ വിജയൻ. 2022 വയലാർ അവാർഡിന് അർഹമായിട്ടുള്ള കൃതി മീശ അല്ലെ. രണ്ട് സൈഡിലും മീശ വിരിക്കും എന്ന് തന്നെ ഓർത്തു വെക്കാം. എസ് ഹരീഷിന്റെ ആണ് മീശ. അപ്പോ വർഷവുമായിട്ട് കറക്റ്റ് ആയിട്ട് പഠിച്ചു. 2022 വയലാർ അവാർഡിന് അർഹമായിട്ടുള്ള കൃതി ചോദിക്കുകയാണെങ്കിൽ അത് മീശയാണ്. 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയിട്ടുള്ള മലയാള സാഹിത്യകാരൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ള മലയാള സാഹിത്യകാരൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻസർ വരുന്നത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഓക്കെ, അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് കിട്ടിയിട്ടുള്ളത് 2019. 2007 ആർക്ക് കിട്ടിയ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കണേ, എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് നോക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൈരവിക്കോലം ഏത് കലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൈരവിക്കോലം പറയാവോ? ഭൈരവിക്കോലം ഏത് കലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ പടയണിയാണ്, പടയണി. ഓക്കെ, ഭൈരവിക്കോലം ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. പട്ടിണിക്കോലം എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം അല്ലെ, പട്ടിണിക്കോലം. അപ്പോ പടയണി എന്ന് പറയുമ്പോൾ ഒരു പട്ടിണി എന്നൊക്കെ പറയുന്ന പോലെ പടയണി കോലം, ഭൈരവിക്കോലം ഏത് കലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പടയണിയാണ്. പുളിയർമല ജൈന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? കൽപ്പറ്റ അല്ലെ. കൽപ്പറ്റയിലാണ് പുളിയർമല ജൈന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. എവിടെയാണ്? കൽപ്പറ്റ. അടുത്ത ക്വസ്റ്റ്യൻ, കാലം കൃത്യമായി രേഖപ്പെടുത്തിയ അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃതി ഏതാണ്? ആൻസർ മുയുദ്ദീൻ മാലയാണ് കേട്ടോ, മുയുദ്ദീൻ മാല. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? തൃശ്ശൂരാണ് അല്ലെ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാ? തൃശ്ശൂരാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം കഥകളി അല്ലെ. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കഥകളിയാണ് കേട്ടോ, കഥകളി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കുക. ക്വസ്റ്റ്യനിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ, ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ കേൾക്കുക. സമുദായങ്ങളും സംസ്കാരങ്ങളും തമ്മിലുള്ള അത്തരം ഒരു സഹവർത്തിത്വത്തെ നയിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 1984 സ്ഥാപിതമായിട്ടുള്ള ഒരു സാംസ്കാരിക സ്ഥാപനമാണ് ഭാരത് ഭവൻ. കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അല്ലെ. അപ്പൊ സമുദായങ്ങളും സംസ്കാരങ്ങളും തമ്മിലുള്ള അത്തരം ഒരു സഹവർത്തിത്വത്തെ നയിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 1984 സ്ഥാപിതമായിട്ടുള്ള ഒരു സാംസ്കാരിക സ്ഥാപനമാണ് കേട്ടോ, ഒരു സാംസ്കാരിക സ്ഥാപനമാണ് ഭാരത് ഭവൻ. ഭാരത് ഭവൻ മികച്ച വിവർത്തനത്തിനുള്ള വിവർത്തക രത്ന അവാർഡ് ഏർപ്പെടുത്തി. അതും കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ ഭാരത് ഭവൻ മികച്ച വിവർത്തനത്തിനുള്ള വിവർത്തക രത്ന അവാർഡ് ഏർപ്പെടുത്തി കേട്ടോ. അപ്പൊ ഈ കൊടുത്തിട്ടുള്ള 2 പോയിന്റും ശരിയാണ്, രണ്ടും ശരിയാണ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. A.T. കോവൂർ, സിനിക്, കാനമാണ്, കാനം, ഏകലവ്യൻ. അപ്പൊ A.T. കോവൂറിന്റെ ഏതാ വരുന്നത്? തൂലികാനാമം ഏതാ? A.T. എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എബ്രഹാം തോമസ് അല്ലെ. അപ്പൊ A.T. കോവൂർ എന്ന് പറയുമ്പോൾ A ഫോർ എബ്രഹാം, T ഫോർ തോമസ് എന്നുള്ള രീതിയിൽ ഓർക്കാം. എബ്രഹാം തോമസ് ആണ് കേട്ടോ, A.T. കോവൂർ, എബ്രഹാം തോമസ്. സിനിക്, സിനിക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് M വാസുദേവൻ നായരാണ്. M വാസുദേവൻ നായർ. ഈ കുഞ്ഞിക്കുരൻ സിനിമയിനകത്ത് വാസുവണ്ണൻ എന്ന് പറയില്ലേ, അപ്പൊ വാസു ഒരു സീനിനകത്തുണ്ട് അല്ലെങ്കിൽ സിനിമയിനകത്തുണ്ടെന്നൊക്കെ ഓർത്ത് വയ്ക്കാം. അപ്പൊ സിനിക് M വാസുദേവൻ നായർ. പിന്നെ വരുന്നത് കാനമാണ് അല്ലെ. കാനം E.J. ഫിലിപ്പാണ്, E.J. ഫിലിപ്പാണ് കേട്ടോ. നമുക്ക് ഈ ഫിലിപ്സിന്റെ വെളിച്ചത്തില് അല്ലെങ്കിൽ ഫിലിപ്സിന്റെ ട്യൂബോ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കാണാൻ പറ്റും അല്ലെ. അപ്പൊ കാണാം അല്ലെങ്കിൽ കാനം എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം, E.J. ഫിലിപ്പ്. പിന്നെ ഏകലവ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, K.M. മാത്യൂസ് അല്ലെ. K.M. മാത്യൂസ് അല്ലെങ്കിൽ ഏകലവ്യൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ K.M. മാത്യൂസ് ആണ്. അപ്പൊ മാത്സിലെ മാത്യൂസ് എന്ന് പറയുമ്പോൾ മാത്സിൽ ഒരു ഏകലവ്യൻ ആണ് എന്നുള്ള രീതിയിൽ തന്നെ ഓർത്ത് വയ്ക്കാം. അപ്പോ A.T. കോവൂര്, എബ്രഹാം തോമസ്, സിനിക്, M വാസുദേവൻ നായർ, കാനം, E.J. ഫിലിപ്പ്, ഏകലവ്യൻ, K.M. മാത്യൂസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചേതനഗൃദ്ധ മല്ലിക് എന്ന മലയാളത്തിലെ ഒരു പ്രശസ്ത നോവലിലെ കഥാപാത്രമാണ് ആരാച്ചാർ ആണ് കേട്ടോ, ആരാച്ചാർ. ജസ്റ്റ് ഓർത്ത് വെക്കാം. ചേതന എന്ന് പറഞ്ഞാൽ എന്താ?
ജീവൻ അല്ലെ, ചേതനറ്റ ശരീരം എന്നൊക്കെ പറയില്ല. അപ്പൊ ജീവനാണ് ചേതന എന്ന് പറഞ്ഞാല്. അപ്പൊ ജീവൻ എടുക്കുന്ന ആളാരാ? ആരാചാർ അല്ലെ, ആരാചാർ. അപ്പൊ അങ്ങനെ ഓർത്തു വെക്കാം. ചേതന ഗൃദ്ധ മല്ലിക് ആരാചാർ എന്ന മലയാളത്തിലെ ഒരു പ്രശസ്ത നോവലിലെ കഥാപാത്രമാണ് കേട്ടോ. 80 വർഷങ്ങൾക്ക് മുമ്പേ ഗുരു ഗോപിനാഥ് രൂപപ്പെടുത്തിയ കേരളത്തിലെ ഒരു പ്രകടന കലയാണ്. ഏതാണതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ കേരള നടനം അല്ലെ. അപ്പോ ഗുരു ഗോപിനാഥ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു കേരള നടനം. അപ്പൊ ഗുരുവിന്റെ പുറകെ നമ്മൾ നടക്കണം എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് ഓർത്തു വെക്കാം അല്ലെ. അപ്പൊ കേരള നടനം, കേരള നടനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള മോപ്പസാങ്, മോപ്പസാങ് ആണ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. ആരാണ്? തകഴി ശിവശങ്കരപ്പിള്ള കേട്ടോ. അപ്പോ മോപ്പസാങ് എന്ന് പറയുമ്പോൾ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ. പാട്ട് പാടി തഴുകി ഉറക്കി എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. തകഴിയാണ്, തകഴി ശിവശങ്കരപ്പിള്ളയാണെന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത് നോക്കാം. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അപ്പോ വ്യാസൻ എന്ന് പറയുമ്പോൾ നമുക്ക് വ്യാസമായിട്ട് കണക്ട് ചെയ്യാം അല്ലെ. വ്യാസം എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്. അപ്പൊ ഒരു കുഞ്ഞ് ഡയമീറ്റർ അല്ലെങ്കിൽ ഒരു കൊട്ടയുടെ ഒക്കെ ഒരു ഡയമീറ്റർ ആണ്, വ്യാസമാണെന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പക്ഷിപ്പാട്ട്, കപ്പപ്പാട്ട് എന്നിവ ഏത് സംഗീത വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? മാപ്പിള പാട്ടുകളാണ് അല്ലെ. പക്ഷിപ്പാട്ടും കപ്പപ്പാട്ടും മാപ്പിള പാട്ടുകളാണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ.